ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്കൂളാട്ടോ. ഇവിടെ ചിമ്പ്രോങ്ങിലൊരു സ്കൂളാണ് ഇത് കാണുന്നത്. ഇന്ന് ക്ലാസ്സില്ലാന്ന് തോന്നുന്നു, ആരെയും കാണുന്നില്ല. ഇതൊരു ചെറിയ റിസോർട്ടാണിത്. റിസോർട്ടിൻ്റെ ബേക്കിലൊക്കെ ഉണ്ടോ അമ്മമാര് വ്യൂവാ. ഇനി മൊത്തം നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ഫുൾ ഇറക്കം തന്നെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും ഉണ്ടോന്നാവോ താഴത്തെ അറിയുള്ളൂ. ഇവിടെ നിന്നാണ് ABC-ലേക്കുള്ളതായിട്ട് നമ്മൾ പെർമിറ്റ് എടുത്തത്. അതിവിടെ കാണിച്ചു കൊടുക്കണം. അതാണിത്. ഇവിടെ നമ്മൾ ആ പെർമിറ്റ് കാണിച്ചു കൊടുത്തിട്ട് വേണം നമ്മളങ്ങോട്ട് പോകാൻ. പാസ് ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം ഇതിൽ പാസ് വെക്കുക, സീൽ ചെയ്തിട്ടുണ്ട്, എൻട്രി പാസ്. എന്നിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ ഇങ്ങനെ കുത്തനുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ ഒരിക്കലും എന്താക്കുക, സ്ട്രെയിറ്റിൽ ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുട്ടിനത് ഭയങ്കര പ്രഷർ കിട്ടും. അപ്പം കൂടുതൽ ദൂരം നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ചെരിഞ്ഞിറങ്ങാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററിൽ സ്പീഡിൽ പോവുകയും ചെയ്യാം. അതേപോലെ ലെഗിന് വേറെ ഇഷ്യൂ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ലെഗിനിട്ട് ഇങ്ങനെ അടി കിട്ടും. ഇവിടുത്തെ ഒരു ടെമ്പിളാണ്. ഇതൊരു ടെമ്പിളാണ്. നമുക്ക് ഈ സാധനം ഇങ്ങനെ കറക്കാം. മൊത്തം ഇങ്ങനെ ഉണ്ട്. നമ്മളിങ്ങനെയാണ് ചുറ്റേണ്ടത്. ഇങ്ങനെ കറക്കി കറക്കി പുല്ലൊക്കെ എടുത്ത് പോകുന്ന നോക്ക്. അവരൊക്കെ സമ്മതിക്കണം ഇത്ര പേരിട്ട് അടുപ്പിച്ച് വിടുന്നത്. നമുക്കിത് ഈ ബ്രിഡ്ജില്ലേ, ബ്രിഡ്ജ് കിടക്കാണ്ട്. ഈ ബ്രിഡ്ജ് ഫുള്ള് കുതിര ചാണാണ്. മുളക് സാധനം എത്തിക്കാൻ കുതിരേനെ കൊണ്ടുവന്നത്. ഇനി ആ കുന്നിങ്ങനെ കയറണം. ആ കുന്നിങ്ങനെ മുകളിലോട്ട് കയറണം നമ്മൾ. അതും സിസാക്കിലാണ്, സ്റ്റെപ്പാണ്, പാടാണ്. നമ്മളെ ബാഗിൽ വെയിറ്റ് ഓവറായതുകൊണ്ട് എല്ലാ സാധനവും ഇവിടെ വെക്കുന്ന ഡ്രോപ്പ് ചെയ്യാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അങ്ങോട്ട് എടുക്കുന്നുള്ളൂ. കാരണം വെയിറ്റ് ഇച്ചിരി സീനാണ്. നമുക്കിനി അപ്പർ സീന് കഴിഞ്ഞാൽ ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഫുള്ള് കാടാണ്. ചുണ്ടൊക്കെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ഭയങ്കര തണുപ്പങ്ങ് വിട്ടുപോല. സൂര്യപ്രകാശം അടിക്കുന്നില്ലല്ലോ, അതാണ് സംഭവം. നമസ്തേ. അയ്യാ, അപ്പോൾ നേപ്പാളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ആര് കണ്ടാലും നമസ്തേ പറയാ. നമസ്തേ നമസ്തേ നമസ്തേ. ഇപ്പം കുറച്ചുകൂടി നടക്കാൻ കുറച്ചുകൂടി എളുപ്പം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത വെയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജീൻസ് അങ്ങനത്തെ ആവശ്യമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓവർ ദൂരം നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം വേണ്ട സാധനം മാത്രം ചെറിയ ബാഗിലെടുത്തുകൊണ്ട് സീനില്ല. നമ്മൾ മൗഗ്ലിൻ്റെ പടത്തിൽ കണ്ട അതേ ഫോറസ്റ്റ് പോലെയാണ് നമുക്ക് ഇപ്പോൾ അപ്പർ സിനോവെന്ന് നമ്മൾ പോകുമ്പോൾ കിട്ടിയത്. കണ്ടോ, ഓക്കെ. എല്ലാം ഈ മൗഗ്ലി പടത്തിലൊക്കെയാണ് ഇങ്ങനത്തെ ഫോറസ്റ്റ് ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം പകുതി എത്തിയെന്ന് തോന്നുന്നു, അറിയില്ല. ഈ റൂട്ടിലേക്ക് മാപ്പൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് കണ്ടാണ് നേരെ നോക്കിയൊരു തേനീച്ചക്കൂട്. നാട്ടിലാണ് നമുക്കിതൊന്ന് കല്ലിട്ട് എറിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എറിഞ്ഞാൽ ആ കടി മൊത്തം ഞാൻ വാണ്ടി വരും. ഓടാൻ പറ്റൂല, ചാടാൻ പറ്റൂല. അപ്പോൾ അതവിടെ തന്നെ നിന്നോട്ടെ. എന്നാലൊരു വിഷമം അതിനിട്ട് കല്ലെടുത്ത് എറിയാത്തതിന്. പോവാം. ഇവിടുന്ന് ബാംബുവിലേക്ക് 1.5 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ട്. നടത്തം നടന്ന് നിങ്ങൾ അങ്ങ് കാണുന്നുണ്ടോ? നമുക്ക് അതാ അമ്മ കണ്ടില്ല, ഒരു ചെറിയൊരു വെള്ള. നമ്മൾ അതും കഴിഞ്ഞ് പോകണം. അതിൻ്റെ പേര് അറിയുന്നത് മറന്നുപോയി.
പക്ഷെ നമ്മൾ അതും കഴിഞ്ഞ് കുറച്ചുകൂടി പോകണം. ഇവിടുത്തെ പാറയൊക്കെ നമ്മളെപ്പോലെ തന്നെ ഡ്രസ്സ് ഇടേണ്ട പോലെയാണ്. എല്ലാ പാറേൻ്റെ മുകളിലും പച്ചപ്പായൽ കണ്ടാ, പച്ചപ്പായൽ ഇതാ. അതും മരത്തിൽ കുഴപ്പം, എല്ലാ മരത്തിലുണ്ട്. അപ്പം മരത്തിനും പറക്കും പോലും തണുപ്പ് തയ്ക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെയാണ് നമ്മൾ ഈ സാധനം വെച്ചിട്ട് അറിയില്ല. പിന്നെ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ, വേറെ വഴിയില്ല. ഇപ്പം പിന്നെ സമാധാനമുണ്ട് ബാഗ് അവിടെ വെച്ചോണ്ട്. ഇല്ലെങ്കിൽ ഈ സ്പീഡിലെത്തൂല. കാരണം നമ്മൾ കുറേ ബ്രേക്ക് എടുക്കേണ്ടി. കാരണം വെറുതെ ഒരാവശ്യമില്ല. ജീൻസൊക്കെ ഞാൻ എടുത്ത് വന്നേ. എന്തിനാണോ എനിക്ക് മനസ്സിലായില്ല. ജീന് കട്ടിയുള്ളത് ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഒറ്റ പാൻറ്റും ഒരു നല്ലൊരു തെർമലുണ്ട് ധാരാളം. ഇപ്പം ഞാൻ ഇട്ടത് 2 പാൻറ്റാണ്. 2 പാൻറ്റ്, 2 സോക്സ്, പിന്നെ ബൂട്ട്, ഉള്ളിൽ 4 ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. 4 ടീഷർട്ടും പിന്നെ ഈ ജാക്കറ്റും. അപ്പോൾ എന്നിട്ടും നമുക്ക് തണുപ്പടിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നവരല്ല, സന്ധ്യ ആകും തോറും ഇവിടുത്തെ തണുപ്പ് കൂടി വരികയാണ്. ഉണ്ടോ, വഴിയുണ്ടോ? സംഭവം നമ്മൾ കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ സുഖമാണ്, മനസ്സിലായോ? ഞാനിപ്പോൾ ജസ്റ്റ് 9,000 രൂപ മാത്രമേ ആക്കിയിട്ടുള്ളൂ. പക്ഷേ അത് പോരാ, ഇല്ലേ സ്റ്റൗവോ ഗ്യാസോ വേണം. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് സ്റ്റൗ എടുത്ത് വന്നാൽ മതിയായിരുന്നു. ഇവിടുത്തെ സ്റ്റൗ ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ ഒരു 6-7 കടയിലെങ്കിലും പോയിട്ടും എന്നോട് ലാസ്റ്റ് പറഞ്ഞ പൈസ 1,500. 1,500 എന്ന് പറയുമ്പോൾ നമ്മൾ 900 രൂപ ഒരു സിലിണ്ടർ ഒരു ഇത്. നമ്മുടെ നാട്ടിൽ 900 രൂപയ്ക്ക് 2 സ്റ്റൗവും എനിക്കൊന്ന് 6-7 സിലിണ്ടറും വാങ്ങാമെന്ന്. അപ്പോൾ ലാഭമെന്ന് വിചാരിച്ചാൽ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ചില സാധനത്തിനൊക്കെ പൈസ ഉള്ളൂ. അപ്പോൾ നോക്കിയും കണ്ട് ചെയ്യുക. കുപ്പിയിലെ വെള്ളം തീർന്നിട്ടുണ്ട്. കറക്റ്റ് സമയമാണ്. എന്താ ഇവിടുന്ന് വെള്ളം എടുക്കുന്ന സ്ഥലത്തി ഇതാണത്. ഒന്ന് നോക്കിക്കേ, പാറ മൊത്തം താങ്ങുന്ന ഈ മരാന്ന് തോന്നുന്നു. അല്ലല്ല, ടച്ച് ചെയ്യുന്നു കേട്ടോ, മരം ടച്ച് ചെയ്യുന്നില്ല. സുഖമാണ്. നമുക്ക് ഏജാതി ഗുഹ, ഇവിടെയൊക്കെ നമുക്ക് സുഖത്തിൽ കയറി ഇരിക്കാം. നമുക്ക് കുറച്ച് വെള്ളം പിടിക്കാം. വെള്ളമില്ല നമ്മളെ കയ്യിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ ഇതേ ഉള്ളൂ ഏക വെള്ളത്തിനുള്ളൊരു സ്രോതസ്സ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെടും. ഇനിയുണ്ട് 1 മണിക്കൂർ കൂടി നമുക്ക് ബാമ്പു എത്താൻ. ഓ, റെസ്റ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഇരുന്ന് ഇവിടുന്ന് എഴുന്നേക്കാൻ തോന്നില്ല. അമ്മാതിരി ഭംഗി ഇതൊക്കെ. നമ്മൾ പറയുന്ന പോലെയല്ല. നോക്കിയേ, ആ മലയൊക്കെ ടോപ്പുണ്ട്, പക്ഷേ കോട കാരണമൊന്നും കാണില്ല. ഇവിടെ ഒരു ചെറിയ പാലം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എണീച്ച് പോവാ? ഒറ്റയ്ക്കൊക്കെ നമുക്കൊരു കൂട്ടി ഇട്ടിട്ടുണ്ട് മച്ചാൻ. ചലോ മച്ചാ. യെസ്, പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. ചലോ ചലോ എന്ന് പറഞ്ഞിട്ട് മച്ചാൻ അവിടെ ഇരുന്നു. മടിയനായൊരു മച്ചാനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനും മടിയൻ, അതും മടിയൻ. ഞാൻ ഫുൾ ടയർഡാണ്. പക്ഷേ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ ആണോ? ഈ വ്യൂ കാണുമ്പോൾ ഇവിടം വരെ എത്തിയിട്ട് അവിടം വരെ എങ്ങനെയാ പോയില്ലെന്നുള്ളൊരു ഇത് വരും.